ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോ ഈ കേസിന്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വലിയൊരു ആശയക്കുഴപ്പം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു വിഷയം കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക? കാരണം രാഹുൽ പൂർണ്ണമായി ചോദ്യങ്ങളോട് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുകയാണ്. എന്തായാലും വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഇത്രയധികം അന്വേഷണങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആ സംഘത്തിനൊപ്പം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചിരി മാത്രമാണ് ഉടനീളമുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ചോദ്യങ്ങളോട് സഹകരിക്കുന്നില്ല, വിവരങ്ങൾ നൽകുന്നില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നിസ്സഹരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി എങ്ങനെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോവുക എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ അറസ്റ്റിലായതിനു ശേഷം ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. അന്ന് രാഹുൽ ഒന്നും മറുപടി നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് വിശദമായ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി നൽകുന്നില്ല. അതിനെല്ലാം രാഹുൽ വളരെ ചിരിച്ചുകൊണ്ടും ചിരിയാണ് മറുപടി നൽകുന്നത്. ചിരിയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അപ്പോൾ ചിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും നൽകുന്നില്ല. നമ്മൾ ഈ തെളിവെടുപ്പിനിടെ മാധ്യമങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അല്ലെ ആളുകളെയൊക്കെ കാണുമ്പോൾ രാഹുലിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, രാഹുൽ ഒന്ന് ജസ്റ്റ് ചിരിച്ച് നിൽക്കുക. അതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അന്വേഷണ സംഘത്തോട് കാണിക്കുന്നത്. ഒരു മറുപടിയും നൽകുന്നില്ല, ചിരിച്ചുകൊണ്ട് ചിരി മാത്രമായ മറുപടിയിൽ ഒതുക്കുകയും ചെയ്യുകയാണ്. പല നിർണായകമായ വിവരങ്ങളും രാഹുലിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. കാരണം ഈ അതിജീവതയുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള മൊബൈൽ ഫോണുണ്ട്. അതൊക്കെ രാഹുൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ എവിടെയാണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ അത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ്. അതിനെക്കുറിച്ചൊന്നും രാഹുൽ പറയുകയും ചെയ്യുന്നില്ല. അതായത് ഇങ്ങനെ നിസ്സഹകരണം തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും അന്വേഷണ സംഘം ഇത് കോടതിയെ അറിയിക്കും. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് അറിയും. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി ഉള്ളത്. ഒരു പക്ഷേ ഇനിയും ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് അവർ എക്സ്റ്റൻഷനൊക്കെ ചോദിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും എന്ത് ചോദിച്ചാലും ഞാൻ കൃത്യമായി ഞാനൊന്നും പറയില്ല, ഒരു മറുപടി നൽകില്ല എന്നുള്ള നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അത് പക്ഷെ ഒരു തന്ത്രം കൂടിയാണ്. കാരണം ഈ കേസിനെ സംബന്ധിച്ച് ഇപ്പോ നിയമവൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കുറെ പരിമിതികൾ ഈ കേസിനകത്തുണ്ട്. ദുർബലമായ കുറെ അവസ്ഥയുണ്ട്. കാരണം ഇപ്പോഴും പരാതിക്കാരി നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഓൺലൈൻ വഴിയാണ് പരാതി നൽകിയത് എന്ന് മാത്രമല്ല, പരാതി കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസത്തിനകം പരാതിക്കാരെ നേരിട്ട് ഹാജരാകണം എന്നുള്ള ഒരു ചട്ടമുണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിയമവൃത്തങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ അഭിഭാഷകരുമായിട്ട് മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. എങ്കിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരാൾക്ക് ഈ കേസിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും. എങ്ങനെ പോലീസുമായി സഹകരിക്കണോ സഹകരിക്കണ്ടേ, എന്തായിരിക്കും ഡീൽ, എങ്ങനെ പോലീസിനെ ഡീൽ ചെയ്യണം ഈ കേസിൽ നിന്ന് കൃത്യമായ ധാരണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഈ സമയം വരെ നമ്മൾ കണ്ടത് തന്നെയല്ലേ ഇനിയും അങ്ങോട്ട് തുടരാൻ സാധ്യത? ഈ ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കില്ല ഇനിയുള്ള വഴികളിലും പ്രതീക്ഷിക്കാം. സൂചിപ്പിച്ച പോലെ തന്നെ സൈലന്റ് ആയിട്ടിരിക്കുക. അപ്പോ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വഴിമുട്ടിക്കുക, പ്രധാനപ്പെട്ട തെളിവുകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത്. അതൊരു ടാക്ടിക്സ് കൂടിയാണ്. കാരണം അത്തരത്തിലൊരു നിസ്സഹകരണം തുടരുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അന്വേഷണത്തെ പ്രധാന തെളിവ് കണ്ടെത്താതിരിക്കാനും ഒക്കെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അത് പല കേസുകളിലും ആളുകൾ ചെയ്യുന്നതാണ്. രാഹുലിന് ഇപ്പൊ 1 അല്ല 2 അല്ല 3 കേസായി. ഇപ്പൊ രാഹുലിന്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഇത് എങ്ങനെയൊക്കെ വേണം, എങ്ങനെയൊക്കെ ഡീല് ചെയ്യണം, അല്ല എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാതിരിക്കണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ രാഹുലിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോ പറയാൻ പറ്റുക. എന്തായാലും രാഹുലിന്റെ നിസ്സഹകരണം ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്വേഷണ സംഘം എന്തായാലും കോടതിയെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യും. രാഹുലിന് കൃത്യമായൊരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം പലതിനും മറുപടി പറയേണ്ട എന്നുള്ളതുണ്ട്. ഒരു ജനപ്രതിനിധിയാണ്, ഒരു നേതാവാണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മറുപടി പറയിപ്പിക്കുന്നതിലൊക്കെ പരിമിതികൾ ഒക്കെ നേരിടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പരമാവധി നോക്കുകയാണ് അന്വേഷണ സംഘം, തെളിവുകൾ തേടുകയാണ്. രാഹുൽ ഉത്തരങ്ങൾ മറുപടി ഒക്കെ നൽകിയില്ലെങ്കിൽ പോലും ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ പരമാവധി അന്വേഷണ സംഘം കളക്ട് ചെയ്യുന്നുണ്ട്. പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്.